ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ നേർക്കുനേർ ഇന്ത്യ പാക് നാവികസേനകൾ. കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഇരു സേനകളും നിലയുറപ്പിച്ചതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. അതേസമയം അതിർത്തിയിൽ തുടർച്ചയായ 7ാം ദിവസവും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സേന വെടിയുതിർത്തു. കനത്ത തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം രൂക്ഷമായിരിക്കെ അറബിക്കടലിൽ മുഖാമുഖം നിൽക്കുകയാണ് ഇന്ത്യ പാക് നാവികസേനകൾ. ഗുജറാത്ത് തീരത്തിന് 85 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇന്ത്യയുടെ നാവികാഭ്യാസം. കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് പാക് പടക്കപ്പലുകളുടെയും അഭ്യാസ പ്രകടനമെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തം. അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുപ്വാര, ഉറി, അക്നൂർ സെക്ടറുകളിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വീണ്ടും വെടിയുതിർത്തു. തക്ക തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. പ്രകോപനമില്ലാത്ത വെടിവെപ്പിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന DGMO ഹോട്ട്ലൈൻ മീറ്റിംഗിൽ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാർത്താ വിഭാഗമായ ISPRന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലും പാകിസ്ഥാൻ നടന്മാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഇന്ത്യയിൽ നിരോധിച്ചു. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്കായി വ്യോമപാത അടച്ച സാഹചര്യത്തിൽ മറ്റ് സാധ്യതകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ലേ ഹിന്ദുക്കുഷ് വ്യോമപാതയുടെ സാധ്യത പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 26 നിരപരാധികളെ കൊന്ന ഭീകരരെ പിടികൂടാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് അവരെ ജീവനോടെ പിടികൂടുകയാണ് പ്രധാനം എന്നാണ് മറുപടി. ഏറെ വൈകാതെ പഹൽഗാമിന് ചുറ്റുമുള്ള വനമേഖലയിൽ നിന്നും ആ ശുഭവാർത്ത പ്രതീക്ഷിക്കാം. അനന്ത്നാഗിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.